എന്റെ നാട്ടിലെ പരിസരത്ത് നിന്നാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. വേദനയോടുകൂടെ തന്നെയാണ്, എന്റെ ഹൃദയം തൊട്ട് മനസ്സു തൊട്ട് വലിയ വേദനയോടുകൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പാരമ്പര്യവും പഴക്കവും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലേറെ പറയാനുള്ള ഏറെ പുകൾപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് രോഗിയായ ഒരു വ്യക്തിയെ, ആ രോഗം ബാധിച്ച് അദ്ദേഹത്തിന് ജിന്നുബാധയാണ് എന്ന് കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അഫ്ദലുൽ ഉലമ കഴിഞ്ഞ ഒന്നിലേറെ ആളുകളുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിക്ക് ജിന്ന് ബാധിച്ചതാണ് എന്ന് സ്വയം വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അയാളെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി ഇരുത്തി ചികിത്സിച്ചുകൊണ്ടിരിക്കെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി, അതാണ് പോലും ചികിത്സ നടന്നത്. ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഒരു മുഴ അതിങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് മെല്ലെ മെല്ലെ നെഞ്ചിലൂടെ അങ്ങനെ മേലേക്ക് കയറി വന്നു. ജിന്നാണ്. ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഓത്തിങ്ങനെ കേൾക്കുമ്പോ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. ഏതെങ്കിലും ഖുറാഫി കുടുംബത്തിലെ കഥയല്ല ഞാൻ പറയുന്നത്. ഇസ്ലാഹി മരിക്കുന്നത് വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിൽ അമരത്തിരുന്ന ഒരു മഹാവ്യക്തിയുടെ വീട്ടിനകത്ത് നിന്ന് രോഗിയായ ഒരു മനുഷ്യരെ മാന്ത്രികന്റെ അടുത്ത്, മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് അതിനെപ്പറ്റി അതിന്റെ ആളുകൾ വിശദീകരിക്കുന്ന കഥയാണ്. അതിങ്ങനെ ഉരുണ്ടുവന്നു, എന്നിട്ട് ചങ്കിലെത്തി. ഈ മുഴ ചങ്കിലെത്തിയ സമയത്ത് ഓതുന്നയാൾക്ക് ഫോൺ വന്നു. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ പുറത്തുപോയി അയാൾ തിരിച്ചു വന്നപ്പോ ഈ മുഴ രോഗിയുടെ ചങ്കിൽ ഉറച്ചുപോയിരിക്കുന്നു. ഇനി അത് അങ്ങോട്ടും നീങ്ങില്ല. ഇനി ഓതിയാൽ രോഗി മരണപ്പെട്ടു പോകും. ഇത് വിശ്വാസമാണ്. ഇവർ മുജാഹിദാണ്. ഇവരാണ് മുജാഹിദുകൾ എന്നിവർ അവകാശപ്പെടുന്നു. ഇവരല്ലാത്തവരൊന്നും മുജാഹിദുകളല്ല എന്നിവർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു. പറയണം നാം കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്, ഇതിന്റെ ആധാരം എന്താണ്, ഇതിന്റെ പ്രമാണം എന്താണ്, ഇതിന്റെ അടിസ്ഥാനം എന്താണ്, എന്തിന്റെ പേരിലാണ്, ഏത് ആയത്ത് വെച്ചിട്ടാണ്, ഏത് ഹദീസ് വെച്ചിട്ടാണ്, ആര് പറഞ്ഞതാണ്, നബി പറഞ്ഞോ, സഹാബത്ത് പറഞ്ഞോ, താബിഈകൾ പറഞ്ഞോ, ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്? മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളിങ്ങനെ വരിക. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് അയാൾ കയറാൻ സമയത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് ഒരു കറുത്ത പൂച്ച അയാളെ തുറച്ചു നോക്കി. ഒരു കറുത്ത പൂച്ച. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് പെരയിൽക്ക് വരുന്ന ഒരാളെ ഒരു കറുത്ത പൂച്ച സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് തുറച്ചു നോക്കി. അയാൾ ഉറച്ചു തീരുമാനിച്ചു അത് ജിന്ന് തന്നെയാണ്. അകത്ത് പോയി എയർ ഗണ്ണെടുത്തു, പുറത്തു വന്നു, പൂച്ചക്ക് ഷൂട്ട് ചെയ്തു. ഇത് കേരളമാണ്. ഇവർ മുജാഹിദുകളാണത്രേ, ഇവർ സലഫികളാണത്രേ, ഇവരാണത്രേ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിൻഗാമികൾ. പറയണം കേരളത്തോട്, പ്രമാണം പറയണം നിങ്ങൾ, തെളിവ് പറയണം നിങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിശ്വാസം ഉണ്ടായത്? എന്തിന്റെ പേരിലാണ്? ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്? റസൂല് പഠിപ്പിച്ചോ? സഹാബത്ത് പഠിപ്പിച്ചോ? താബിഈകൾ പഠിപ്പിച്ചോ? ആര് പറഞ്ഞു നിങ്ങൾക്ക് ഈ ആദർശം? ആര് പഠിപ്പിച്ചു തന്നതാണ്? ഇതുമായി നടക്കുന്ന ആളുകൾ, ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾ വലിയ 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 സലഫികൾ. ഇതിനെതിർക്കുന്ന ആളുകൾ സലഫിയത്തില്ലാത്ത ആളുകൾ. ഇതിനെതിർക്കുന്ന ആളുകൾ, ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ കൊള്ളാത്തവർ, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഒന്നിനും കൊള്ളാത്തവരായി അവരെ ചിത്രീകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ വക്താക്കളായി തങ്ങളെ വിശദീകരിക്കുന്ന ഒരവസ്ഥയിലാണ് ജിന്നുവാദികൾ ഇന്ന് കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങളിതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാരത്തയമ്പ് ഇവിടെയാണ്, അത് പെണ്ണുങ്ങളേക്ക് രമിക്കാനാണ് എന്ന് നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ. അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ ആളുകൾ അവിടെ എത്താന്നറിയോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മജീദ് സലാഹിന്റെ അടുത്തോ അബ്ദുറഹ്മാൻ സലഫിന്റെ അടുത്തോ ഒരു ജിന്നബാധ എടുത്ത് ഒരുത്തനെ കൊണ്ടുപോയാൽ അങ്ങനൊന്നും ഇല്ലാന്ന് ഒരു മടക്കിയേക്കും. നിങ്ങൾ നോക്കിക്കോ, ഒരു മടക്കിയേക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹദീസിലെ പ്രയോഗങ്ങളിൽ രണ്ടാമത്തെ വാക്കെന്തറിയോ? ജിന്നുബാധ കൊണ്ട് ഇവനെ മാത്രമല്ല, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊക്കി പിടിക്കാൻ പറഞ്ഞു. നബി എന്നെ ചികിത്സിക്കുകയും ചെയ്തു. തിരിച്ചുപോയി. തിരിച്ചു നബിയും സ്വഹാബിയും വരുമ്പോ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കുകയാണ്. ഹദീസിൽ സ്വഹീഹായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കണം. എന്താ? ആ കുട്ടിയെ കൊണ്ടുള്ള ഉപദ്രവം വീട്ടിൽ തീർന്നു, ആ വീട്ടിൽ സമാധാനമായി.
ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് സെൽഫികളായ ആളെടുത്ത് വരുമ്പോ ജിന്നിറക്കൽ എന്നൊരു സംഗതി ഇല്ല എന്നുള്ളിടത്തിലേക്ക് നമ്മുടെ ആളുകളെ പോക്ക്. അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന എല്ലാ KNMന്റെ KJന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താ ഉണ്ടാവുക? ജിന്നുബാധയത്തെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാരടങ്ങിക്കോ, അവരെ നേരെ ഖുറാഫുകൾ എടുത്തു പോവും, ഷിർക്കിന്റെ ചികിത്സ ചെയ്യും. അങ്ങനെ ഷിർക്കിലായി അവർ മരിച്ചു പോകും. അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്. റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങളിതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള എല്ലാ കറാമത്തുണ്ട്, മുഴുജത്തുണ്ട്. അത് മരണശേഷം മുറിയുകയില്ല. ആർക്കതർക്കുള്ളത് മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും എതിർത്തിട്ടില്ല. എന്ന് മാത്രമല്ല, കുഞ്ഞീദ് മദീൻ റഹിമഹുല്ല അദ്ദേഹം എഴുതിയ അല്ലാഹുവിന്റെ ഔലിയാക്കൽ ഹുസൈനെ ശ്രദ്ധിക്ക്, നല്ലതാണ്. രാത്രി പോയി കിടക്കുമ്പോ ആലോചിക്കുമ്പോ ചിലപ്പോൾ നരമ്പുമ പിടിക്കും. കുഞ്ഞീദ് മദീൻ റഹിമഹുല്ല അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ ഔലിയാക്കൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സംഭവങ്ങൾ ഉദാഹരണ സഹിതം എടുത്തുകൊണ്ട് പറയുന്നു, മരിച്ചാലും കറാമത്തുണ്ടാകും.